മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇറാഖിലെ സൈനിക താവളത്തിന് നേർക്ക് ഒരു വ്യോമാക്രമണം നടന്നിരിക്കുന്നു. ബോംബാക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇറാഖിലെ ബാബിൽ പ്രവിശ്യയിൽപ്പെടുന്ന ഒരു പ്രദേശത്തുള്ള സൈനിക താവളത്തിന് നേർക്കാണ് അജ്ഞാത വിമാനത്തിൽ നിന്നും ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. ബാഗ്ദാദിൽ നിന്ന് 50 കിലോമീറ്റർ തെക്കുമാറി കൽസോ സൈനിക താവളത്തിന് നേർക്കായിരുന്നു ആക്രമണം. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിൻ്റെ കമാൻഡ് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്കാണ് ആക്രമണം നടന്നത്. ഇതിന് പിന്നിൽ ഇറാനാണ് എന്നൊരു സംശയം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം ഈ ഇറാഖിലുള്ള വ്യോമത്താവളങ്ങളുടെയും മറ്റ് സൈനിക താവളങ്ങളിലുമൊക്കെ അമേരിക്കൻ സൈനികരുണ്ട്. അവരെ ലക്ഷ്യമാക്കി ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. ഏതായാലും ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം ഈ കമാൻഡിന്, അതായത് ഈ എല്ലാ രാജ്യങ്ങളിലും അടങ്ങുന്ന അമേരിക്കയുടെ സൈന്യമൊക്കെ ഉൾപ്പെടെ അടങ്ങുന്നതാണ് ഈ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഈ ക്യാമ്പ്. ഇവിടേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറാഖിലെ അർദ്ധ സൈനിക വിഭാഗമായ ഹഷ് ഷാബി സേനയുടെ 2 താവളങ്ങൾ ലക്ഷ്യമാക്കിയും ആക്രമണം നടന്നു എന്ന് തന്നെ പുറത്ത് വിവരങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും ഇറാൻ്റെ ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.